ഹായ് ഗായ്സ്, അപ്പം നമ്മൾ വയനാട് പോകാൻ നിൽക്കുകയാണ്. എവിടെ പോകാൻ നിൽക്കുക? വയനാട്. ഉറക്കം പറ. വയനാട് പോകാൻ നിൽക്കണം ഗായ്സ്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്, ഓച്ചിറ. അപ്പോൾ ഇവിടെ എത്തിയിട്ട് ഇവർക്ക് ഫുഡ് കഴിക്കണം തോന്നുന്നു. ഞങ്ങൾ കൊല്ലത്തുനിന്നേ കഴിച്ചു കൊല്ലത്തുനിന്നേ കഴിച്ചിട്ടാണ് വന്നത്. പനിയായിട്ട് ഒന്നും തിരിയുന്നില്ല ഗായ്സ്. കുറച്ച് പനിയുണ്ട്, ചുമയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരിവിടെ കഴിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാണാം. നമ്മൾ കാറിൽ ഭയങ്കര ബുദ്ധിമുട്ടിയൊക്കെ പോകുന്നത് കുറേ പേരുണ്ട്. ട്രെയിനിൽ പോകാമെന്ന് വിചാരിച്ചത്, പക്ഷേ ഇപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ട്രെയിനിലെല്ലാം ഭയങ്കര തിരക്ക്. അങ്ങനെയാണ് നമ്മൾ കാറിൽ പോവാണ്. ഇപ്പോൾ ഫുൾ വാടി തളർന്ന് നിൽക്കുക. എല്ലാവരും ഉറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞ് പോരടിക്കുന്നില്ല. ഗൈസ്, നമ്മൾ ചേർത്തല നിന്ന് ഇപ്പോൾ തിരിക്കുകയാണ്. ഇപ്പോൾ എത്ര സമയം? ബൈ ഗൈസ്. കുറച്ചേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അന്ന് നിർത്തിയതാണ്. അപ്പോൾ ഒരു വീട് കണ്ട്, അടിപൊളി വീട് കേട്ടോ, നല്ല രസമുണ്ട്. അതിൻ്റെ എൻട്രി ഒക്കെ ഗൈസ്, നമ്മൾ പാലക്കാട് എത്തിയിട്ടുണ്ട്. 3:20 ആയിട്ടുണ്ട്. നമ്മൾ പാലക്കാട് എത്തിയതേ ഉള്ളൂ ഗൈസ്. ഇനി നമുക്ക് എത്ര 5 മണിക്കൂറോ? പാലക്കാട് ഗൈസ്, നമ്മൾ എവിടേക്കാണ് പോകുന്നുണ്ട്. ചേട്ടൻ പറഞ്ഞ ഏതോ കാട്ടിലാണ്ട് കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ ചേട്ടൻ ഒമ്പോറ്റി ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഞാനും ഉണ്ണി ബാക്കിൽ പോകും. മാറുന്നത് റോഡ് മൊത്തം കുഴിയാണ് ഗൈസ്. ഞാനിപ്പോൾ തെറിച്ചപ്പുറത്തെ വീട്ടിൽ ഇരിക്കേണ്ടി വരുന്നു. ഇപ്പോൾ റോഡൊക്കെ ഇങ്ങനെയാണ്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലങ്ങ് പോവുകയാണ്. ഏർമാടം ഗൈസ്, നല്ല വ്യൂ ആണ് കേട്ടോ, അടിപൊളി. ഒരു തേക്കിൻ കാട്ടിലേക്ക് നമ്മളെ കൊണ്ടുവന്നിട്ടുണ്ട്. അടിപൊളി സാധനം. നമ്മളിവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട് നമ്മൾ മാനിനെങ്കിലും കണ്ട്. ആദ്യമായിട്ടല്ല, അല്ല, ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട്. ഇവിടെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. പുലിയും അല്ല കടുവയും ഒക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. ചേട്ടൻ നമ്മുടെ അടുത്ത് ഇപ്പോഴാണ് പറഞ്ഞത്. ഈ ചേട്ടൻ എന്തോ ചെയ്യണം. ഇവിടെ വന്നതിന് ശേഷം നമ്മളിത് പറയുന്നത്. ആ കമ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് ഷൂക്കടിപ്പിക്കാൻ. അയ്യോ, ദൂരം. ഉണ്ണിക്കുട്ടനെ ഇറക്കി നോക്കുവാണ് ഇവിടെ ആഴം ഉണ്ടോ ഇല്ലയെന്ന് അറിയാം. ഇറങ്ങി അത്രേ ഉള്ളോ? അപ്പോൾ കുഴപ്പമില്ല. അവിടെ ഇറങ്ങില്ലോ. സൂപ്പർ അടിപൊളി സ്ഥലം. തണുപ്പുണ്ടോ? ഞാൻ വീഡിയോ ഷൂട്ടില്ല. ഇറങ്ങിക്കോ, നിങ്ങൾ പോയി ഇറങ്ങിക്കോ. അതാ നല്ലത്. സിമ്പിൾ. വീടിന്റെ തൊട്ട് താഴെന്ന് പറഞ്ഞാൽ മതി. ഓ, ഇറങ്ങിക്കോ. നമ്മൾ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് അടുത്ത സ്പോട്ടിലോട്ട് പോകും അല്ലേ? അതെ അതെ, നമ്മളെ വഴികാട്ടിയാണ് ആ പോകുന്നത്. ഉണ്ണിക്കുട്ടൻ സേഫ്റ്റിക്ക് ഹെൽമെറ്റ് ഇട്ടേക്കുക. എന്തെങ്കിലും വന്നാലും തല കൊണ്ടുപോകല്ലേ. ഞങ്ങൾ തിരിച്ചു പോവാണ് ഗൈസ്. ഇനി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അടുത്ത സ്പോട്ടിലോട്ട് പോകാൻ പോകാം. പക്ഷേ ഈ സ്പോട്ട് അടിപൊളിയെല്ലാം പറ്റി, നല്ല അടിപൊളി സ്പോട്ട്. അമ്മൂറ്റിയാണ് സ്കൂട്ടിയൊക്കെ ഓടിച്ചു. അമ്മൂറ്റി ഏഴ് പഠിക്കുന്നേ ഉള്ളൂ, ഇതൊന്നും പുറത്തറിയല്ലേ. അല്ല, ഞങ്ങൾ റോഡിലോട്ട് ഇവനെ കൊണ്ട് പോകുന്നില്ല, ജസ്റ്റ് സ്കൂട്ടി ഇട്ടിട്ട് പഠിപ്പിക്കുന്നതേ ഉള്ളൂ. ഇങ്ങോട്ടധികം വണ്ടി വരത്തില്ല.